എന്തുകൊണ്ടാണ് ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്ക് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് രോഗികൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റാതെ? നിങ്ങളോട് ഡോക്ടർ അഡ്വൈസ് ചെയ്ത് വിട്ടിരിക്കുന്നത് നിങ്ങൾ വണ്ണം കുറച്ചിട്ട് പോവാ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നു, നിങ്ങൾ ആദ്യം തന്നെ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുന്നു, അരിയാഹാരങ്ങൾ കുറച്ച് നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നു, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നു, നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു നോക്കുന്നു. ഇനി ഇതൊന്നും പോരെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും MLMമാരുടെ ഷേക്കുകൾ വാങ്ങിച്ച് അല്ലെങ്കിൽ പൗഡർ വാങ്ങിച്ച് കലക്കി കുടിച്ച് നോക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും 98% ആളുകൾക്കും അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി അങ്ങേയറ്റം കഷ്ടപ്പെട്ട് കുറച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഇരട്ടിയായിട്ട് തിരിച്ചു കയറി വരും. എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? നിങ്ങളുടെ ആഹാരം മാത്രമാണോ ഇതിന്റെ പുറകിലുള്ള കൾപ്രിറ്റ്? നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളെ അപേക്ഷിച്ച് അവർ കഴിക്കുന്നതിലും കുറച്ചളവിലായിരിക്കും നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അവർക്ക് വണ്ണം കൂടുന്നില്ല, നിങ്ങൾക്ക് വണ്ണം കൂടുന്നു, അല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. തൈറോയ്ഡ് രോഗികൾക്ക്, ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്ക് വണ്ണം കുറയാൻ പറ്റാത്തതിന്റെ 3 കാരണങ്ങൾ. ഒന്നാമത്തെ സംഗതി, നിങ്ങൾക്ക് മെറ്റബോളിസം തീരെ കുറവാണ്. മെറ്റബോളിസം കുറയാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദഹന പചന വ്യവസ്ഥ തകരാറിലായി പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് കഴിച്ചാലും അതിനെ കൊഴുപ്പായിട്ടാണ് ശരീരം കൺവേർട്ട് ചെയ്യുന്നത്. ശരിയായ രീതിയിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനോ അബ്സോർബ് ചെയ്യാനോ അസിമുലേറ്റ് ചെയ്യാനോ ശരീരത്തിന് പറ്റുന്നില്ല. അതോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കഴിക്കുന്ന ആഹാരം കൂടുതലായിട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ആവുന്നു. ഇത് മുഴുവൻ സ്റ്റോർ ചെയ്യുന്നു, പല പല സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നു, ലിവറിൽ അടിഞ്ഞു കൂടുന്നു, ഫാറ്റി ലിവറായിട്ട് മാറുന്നു. ഇനി പ്രധാനപ്പെട്ട 3ാമത്തെ പ്രശ്നം എന്ന് പറയുന്നതാണ് ഇൻഫ്ലമേഷൻ. ഈ കാണുന്ന ശരീരത്തിന്റെ ചീർപ്പും വീർപ്പും മുഴുവനും കൊഴുപ്പൊന്നുമല്ല. ഇതിൽ മജോറിറ്റിയും എന്താണ്? ഇൻഫ്ലമേഷനാണ്, ഫ്ലൂയിഡ് റീടെൻഷൻ ആണ്, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ആണ്. ഈ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഹം മുഴുവൻ വേദന എടുക്കുന്നത്. ആരും ഒന്ന് തൊടാൻ പോലും നിങ്ങൾ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് വേദന എടുക്കുന്നതും എഴുന്നേറ്റ് എണീക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇൻഫ്ലമേഷൻ ഉള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബ്രെയിൻ മുതൽ നഖം വരെ എല്ലാ സെൽസിലും ബാധിക്കും. സെല്ലുലാർ ഡ്രെയിനേജ് നടക്കണില്ല, സെല്ലുലാർ മെറ്റബോളിസം നടക്കണില്ല. ഇത് മുഴുവനും കളക്ട് ചെയ്ത് നിങ്ങളുടെ ശരീരം നീര് വെച്ച് വീർത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് ഈ വെയിറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വെയിറ്റ് കുറയണമെങ്കിൽ ഈ 3 അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾ പല ആളുകളും ചോദിക്കുന്നതാണ്, ഒരു റെമഡി പറഞ്ഞതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹോം റെമഡി ആണെങ്കിൽ സോറി, അങ്ങനെ ഒരു റെമഡി ഇല്ല. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഹോം റെമഡിയോ വിറ്റമിൻ സപ്ലിമെന്റോ അല്ല ആവശ്യം. ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. ആ ട്രീറ്റ്മെന്റ് തരാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺടാക്ട് നമ്പർ എടുക്കുക, വിളിക്കുക, ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക, അതനുസരിച്ച് ഫോളോ ചെയ്യും, അല്ലേ? താങ്ക് യു.